ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. Queen of Swords, Temperance, Ten of Coins, the Moon, the Star. നല്ല എനർജിയാണല്ലോ ഇന്ന്. പ്രിൻസസ് ഓഫ് സോഡ്സ്. ബോട്ടം വന്നിട്ടുള്ളത് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നമുക്ക് ഇതുകൂടി ഓടൊക്കെ കാർഡ് കൂടി എടുത്തതിന് ശേഷം മെസ്സേജ് ഇൻ എ ബോട്ടിൽ, മെൻഡിങ് മതി, ഹാപ്പി ഹാപ്പി. നോട്ട് ഫോർ യു ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ ബോട്ടം 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പം എടുക്കാം. ഇതിൽ ആദ്യം വന്നിട്ടുള്ള ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പം ഇതിൽ ഇന്ന് നിങ്ങൾ മറ്റാരുടെയും വാക്ക് കേട്ട് തീരുമാനമെടുക്കരുത് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് കേട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. മറ്റാരുടെ വാക്കും കേട്ട് ഇന്നത്തെ ദിവസം തീരുമാനം എടുക്കാൻ പോകരുത്. നിങ്ങളുടെ ബുദ്ധിയും വിവേകവും മാത്രം ഉപയോഗിക്കുക. ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെ തീരുമാനമെടുക്കാനുള്ള അറിവും കഴിവും പക്വതയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പല ആൾക്കാരോടും ചോദിച്ച് അങ്ങനെ ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഫലം എങ്ങനെ ഇരിക്കും, ഇതൊന്നും ചോദിക്കരുത്. കുറച്ച് നേരം നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പം അത് മാത്രം ഇന്നത്തെ ദിവസം ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കേൾക്കണം കേട്ടോ ഇന്ന്. അല്ലാതെ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ വാക്കുകൾ കേൾക്കാൻ പോകരുത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ മാത്രം കേൾക്കണം എന്നുള്ളതാണ്. ടെമ്പറൻസ് ആണ്. അപ്പോൾ ഇതിൽ ബാലൻസ് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ ഡൗൺ ആക്കി വെക്കുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് ചിന്തിക്കുന്നത് മതിയാക്കുക. മാത്രമല്ല ഓവർ റിയാക്ട് ചെയ്യുന്നത് ഒന്ന് മതിയാക്കണം കേട്ടോ. നമ്മൾ എന്ത് കാര്യത്തിനും മറുപടി പറയും, ഏത് കാര്യത്തിലും ഇടപെടുകയും എന്ത് കാര്യം ശ്രദ്ധിക്കുക, അതൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാക്കുക. ചിലപ്പോൾ മറ്റൊരാൾ തെറ്റാണ് പറയുന്നത് എങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ആ ആൾ തെറ്റാണല്ലോ പറയണം, അങ്ങനെ തെറ്റ് പറയുന്നത് ശരിയല്ലല്ലോ, തിരുത്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ തിരുത്താൻ നമ്മൾ ആരുമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ ആയതുകൊണ്ടാണ് മറ്റുള്ളവരെ ബുദ്ധിയില്ലാത്തവരെ വീണ്ടും തിരുത്താൻ പോണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തരും ഓരോ ഇഷ്ടങ്ങളിലും ഓരോ അഭിപ്രായങ്ങളിലും ജീവിക്കേണ്ട ആൾക്കാരാണ്. അവിടെ പോയി നമ്മൾ തിരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് തിരുത്തേണ്ടത് നമ്മളുടെ കുഞ്ഞുങ്ങളെ മാത്രമാണ്. പിന്നെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവർ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, അല്ലെങ്കിൽ വിട്ടേക്കുക. പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങളെ മാത്രമാണ് നമുക്ക് നന്നായിട്ട് തിരുത്താൻ പറ്റും, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. അതൊരു പ്രായം വരെ മാത്രം. അതിനും ഒരു ലിമിറ്റേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓവറായിട്ട് മറ്റുള്ളവരോട് പറയുന്നത് പല കാര്യങ്ങളും
അതായത് നമുക്ക് അധികം ബന്ധമില്ലാത്ത ആൾക്കാരോട് പോലും നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെ പറയുന്നത്, അത് ഒന്ന് റിയാക്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ചും റിയാക്ട് ചെയ്യുന്നത് മതിയാക്കണം എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യം, നല്ല കാര്യം വരാനുണ്ട്. അതിൻ്റെ ഒരു ദൈവം അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് പല ആൾക്കാരും പല ഫ്രസ്ട്രേഷനിലും നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. സമയം അതെല്ലാം ശരിയാക്കി തരും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ 10 ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുകയും, അത് മാത്രമല്ല ഒരു ലോങ് ടേം ആയിട്ട് വേണ്ട ഒരു കാര്യം പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കുറേ ആൾക്കാർക്ക് വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹാപ്പി ന്യൂസ് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടതോ പൈസയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള നല്ല വാർത്തകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കേൾക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന, നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തോ കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ ആ കിട്ടേണ്ടുന്ന ആ കാര്യത്തെക്കുറിച്ചും ആ കാര്യവും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് പൈസയുടെ കാര്യത്തിൽ വരുന്നു എന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ ആലോചിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഹിഡൻ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, നിഗൂഢമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് അറിഞ്ഞേ തീരുള്ളൂ അതെന്താണ് എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പം അതിനുള്ള സമയമല്ല, അത് പൂർണ്ണമായും വെളിപ്പെട്ട് വരാനുള്ളൊരു സമയമല്ല അത്. അങ്ങനെ ആ സമയത്ത് തീർച്ചയായിട്ടും അത് വരും എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുകയും പേടിക്കേണ്ട ഒന്നും കാര്യമില്ല. പിന്നെ ചില സമയം നമ്മളുടെ ഉള്ളിൽ കുറേ നെഗറ്റീവ്സ് വരും. ആ നെഗറ്റീവ് ആലോചിച്ച് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കരുത് എന്നുള്ളതാണ്. അതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിചാരിച്ച് ഭയപ്പെടരുത്. ഇതിൽ ഒരു പേടിയാണ്, അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും. ഇതിൽ പാസ്റ്റിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അത് നമ്മൾ ഒരുപാട് പെയിൻ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ട്രോമ നമ്മളുടെ ഉള്ളിൽ നിൽക്കും. അപ്പം എന്ത് പറ്റും, നമുക്ക് ഈ കാണുന്നതൊക്കെയും അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അടുത്ത് വന്നിട്ടുള്ള സ്റ്റാറാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനകൾ കേൾക്കുന്നു. നിങ്ങൾ കുറച്ച് കാലമായിട്ട് നിങ്ങൾ വളരെയധികം നിരാശയിലൂടെ പോയ എന്തൊക്കെയോ കാര്യം, അത് ഈ ഒരു സമയം ഹീലാകുന്നു. മാത്രമല്ല നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കുറേ ആൾക്കാർക്ക് പാസ്റ്റിലെ പെയിൻ ഹീലാകുന്നു. കുറേ ആൾക്കാർക്ക് നിങ്ങൾക്കൊരു എന്താണ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, അതായത് ആത്മീയ വളർച്ച ഉണ്ടാകുന്നു. നമ്മളെല്ലാവരും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷവും നമ്മൾ വേണം എന്ന് വിചാരിക്കുന്നത് ഒരു പരിധി കഴിയുമ്പോട്ടാണ്. വേണമെന്ന് വിചാരിക്കുന്നത് നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്താണ്. നമ്മൾ ഈ ജീവിതത്തിൽ വെറുതെ നമ്മൾ ജീവിച്ചു മരിക്കുന്ന അതിനേക്കാളുപരി നമ്മൾ ഇവിടെ വന്നതിന് എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടെന്നും എന്തിനാണ് വന്നതെന്നും ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അനുഭവിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ആത്മീയ വളർച്ചയുടെ ഭാഗമായിട്ടാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റണത്. പിന്നെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഒരു സ്റ്റാർഡം ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കും, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കും, നിങ്ങളെ കോപ്പി അടിക്കാൻ ശ്രമിക്കും, നിങ്ങളാകണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെയൊക്കെയുള്ള നിങ്ങളൊരു സ്റ്റാർ ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ പ്രിൻസസ് ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് ഇതിൽ. ഒരു തുടക്കത്തിൻ്റെ ദിവസമാണ് ഇത്. നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് എന്തോ ഒരു കാര്യം ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ. എന്തോ ഒരു കാര്യം നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നു.
ഒരു ചില ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യം പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കാം. പിന്നെ കുറേ ബ്ലോക്കേജസ് ഒക്കെ നിങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ മാറ്റുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്, ഒരു നല്ല തുടക്കമാണ്. പിന്നെ ഇതിൽ 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു മാറ്റം ഉള്ളൊരു ദിവസമാണ്. ഈ ഒരു മാറ്റം, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ചേഞ്ച്. ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് നിങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണെങ്കിൽ അവിടെ നിൽക്കാതെ അവിടെ നിന്നൊരു ചേഞ്ച് ദൈവം നിങ്ങൾക്ക് കൊണ്ടുവരുന്നു. ചിലപ്പോൾ ചില ആൾക്കാർ ചില സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നതായിരിക്കാം, ചില വ്യക്തികളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കാം, ചില അന്തരീക്ഷത്തിൽ നിന്ന്. നമുക്ക് ആവശ്യമില്ലാത്തൊരു സ്ഥലമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു അന്തരീക്ഷം നമുക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇന്ന് ഒരു ദൈവാനുഗ്രഹത്താൽ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കമാണ്. നമ്മുടെ ചില ആൾക്കാർ ചിലപ്പോൾ വീട് മാറിപ്പോകുന്നതോ സ്ഥലം മാറിപ്പോകുന്നതോ ഒക്കെ ഉണ്ട് കേട്ടോ. പുതിയൊരു വീട്ടിലേക്ക് പോകുന്നതോ പ്രതീക്ഷയോടെ ഒരു ട്രാവലാണ്, ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം വളരെ നല്ലതാണെന്നാണ് കാണുന്നത്. പിന്നെ ഇതിലെ മെസ്സേജ് ഇന്നെ ബോട്ടിലാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ വിചാരിച്ചിരുന്ന, നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യത്തിൻ്റെ ഉത്തരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെ, ഒരു മെസ്സേജിലൂടെ, അല്ലെങ്കിൽ ഒരു ഇമെയിലിലൂടെ ഒക്കെ ഒരു മെസ്സേജ് കിട്ടുന്നു, ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിന് ഒരു യൂണിവേഴ്സൽ സൈൻ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നു നിങ്ങൾ വിചാരിച്ച കാര്യം ശരിയാണെന്ന്. അപ്പോൾ ഇത് മെസ്സേജിൻ്റെ ബോട്ടിലാണ്, അത് തുറന്ന് വിട്ടിട്ടില്ല, ബോട്ടിലിനകത്തുണ്ട്. അത് ഉടനെ തന്നെ വെളിപ്പെട്ട് വരും എന്നാണ് കാണുന്നത്. അതായത് ഏതെങ്കിലും രൂപത്തിലൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. അത് ഫോണായിരിക്കാം, മറ്റുള്ള വ്യക്തികൾ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് വരും എന്നാണ് കാണുന്നത്. മെൻഡിങ് ആണ്. അപ്പോൾ ഇത് ഒരു ഹീലിങ്ങിൻ്റെ ദിവസമാണ്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് പിണങ്ങി പോയ ഏതോ ഒരു വ്യക്തി അത് വീണ്ടും ആ ഒരു കാര്യം, ഒരു ബന്ധം കുറച്ച് നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ പഴയ തെറ്റിദ്ധാരണ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നു. പിന്നെ നിങ്ങളോട് ക്ഷമിക്കാൻ പഠിക്കുന്നു, നിങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ ക്ഷമിക്കാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെയോ ശക്തികൾ, നിങ്ങൾ ഈ ഒരു സമയം ശരിക്കും ഒരു സ്പിരിച്വൽ പാത്തിലാണ്. അപ്പം നിങ്ങളുടെ ഹൃദയത്തിലുള്ള മുറിവുകൾ ഉണക്കാനും നിങ്ങൾ എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും കുറേ ശക്തികൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഹാപ്പിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ സന്തോഷം, ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. പക്ഷെ ചെറിയ കാര്യമായിരിക്കും കേട്ടോ, ചെറിയ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റണം. ഇത് ഒരു ഹെവി ആയിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നും അതൊക്കെ മാറി വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. എനിക്കത് കിട്ടിയില്ലല്ലോ, അത് സംഭവിച്ചില്ലല്ലോ, ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം. അപ്പം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അത് നഷ്ടമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് എന്നുള്ളതാണ്. ചില വാതിലുകൾ ചില സമയം തുറക്കാത്തത് ആ വാതിലിലൂടെ നിങ്ങൾ പുറത്തു പോകേണ്ട ഒരാളായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. അതെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ. എനിക്കെന്ത് കിട്ടിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അതിനേക്കാളും വലിയ എന്തൊക്കെയോ കാര്യം ദൈവം തന്നെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രാർത്ഥിച്ചൊരു കാര്യം സംഭവിക്കാത്തത്, നടക്കാത്തത് ദൈവത്തിന് അതിന് ഇച്ഛയില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അത് ഡിവൈൻ ടൈമിങ്ങിൽ അത് നടക്കും. അത് നിങ്ങളുടെ പരാജയമായിട്ട് ഒരു നിരാശയായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഹയർ പവറാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഹയർ ആയിട്ടുള്ള അതായത് ഒരു സ്പിരിച്വൽ റിലത്തിൽ നിന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഇതിൽ നിങ്ങളുടെ തേർഡായി ഓപ്പൺ ആകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ ശക്തമാകുന്നുണ്ട്.
ആ ശക്തമായ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു എന്നാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. എപ്പോഴും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. കുറച്ച് സമയമൊക്കെ നമ്മളോട് സംസാരിക്കുക. സെൽഫ് ടോക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഒന്ന് സംസാരിച്ച് കോംപ്രമൈസ് ആക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.